ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിക്കുമ്പോൾ ഇവള് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു, അമ്മ തിരിച്ചു വാ അമ്മ, അമ്മ തിരിച്ചു വാ അമ്മ, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട്. പിന്നെ ഇയാൾക്ക് ഭ്രാന്ത് മൂത്തിട്ട് ഇയാൾ ഈ പിള്ളേരെ ഉപദ്രവിക്കുന്നു. അന്ന് കൊച്ചിൻ്റെ മുമ്പിൽ രണ്ട് നിലവിളക്ക് ഏതാണ്ട് എടുത്ത് തലക്കിട്ട് തല്ലുവോ സ്വന്തമായിട്ട്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഭ്രാന്തുണ്ട്, സ്വന്തമായിട്ട് മേല് നോവിക്കും, സ്വന്തമായിട്ട് ദേഹം നോവിക്കുക, പുള്ളി കെട്ടി തൂങ്ങിച്ചാകാൻ പോവുക, നമ്മളോട് ബഹളം വയ്ക്കുക. അങ്ങനെ ഇവള് കിടന്ന് നിലവിളിച്ചപ്പോൾ ഞാൻ പിറ്റേ ദിവസം അവിടുന്ന് ഡോക്ടറോട് പറഞ്ഞ് വണ്ടി കയറി. അങ്ങനെ ഞാൻ വന്നപ്പോൾ അപ്പോഴും തീർത്തല്ല ഞാൻ പോരുന്നത് കേട്ടോ, ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പം ഞാൻ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് 4-5 ദിവസം അങ്ങനെ പോയി. ഒരു 5-ാം ദിവസം ആയപ്പോഴത്തേക്കും രാത്രിയിൽ പുള്ളി ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നു. ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ ബാത്റൂമിൽ കൊണ്ടുപോയി ഛർദ്ദിപ്പിച്ച്, ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുമ്പോഴത്തേക്കും ബ്ലഡ് വന്നു. പുള്ളിയുടെ അനിയനും ഉണ്ട്, പുള്ളിയുടെ അനിയന്മാരൊക്കെ നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയും, ഒരു അനിയൻ നമ്മുടെ കൂടെ സ്ഥിരം. അപ്പം ഞാൻ അവനെ വിളിച്ചടാ ചേട്ടാ ഛർദ്ദിക്കുന്നു, നീ പോയി നോക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബ്ലഡ് ഛർദ്ദിക്കണം. അവൻ ചെന്ന് എന്താടാ അത് കുറേ നേരം ചോദിച്ചപ്പോൾ അവനോട് പറയാം ഞാൻ വിഷം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു അന്ന് ഈ കൊച്ചിന് 1 വയസ്സുള്ളൂ. എന്നിട്ട് പറയാം അമ്മയും ചേച്ചിമാരെ നോക്കിക്കോണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് കഴിച്ചത്, 1 വയസ്സായ കൊച്ചിനോട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അയാളുടെ സൈക്കോത്തരം.